ഇനി മലബാറിലെ ഒരു ഓണവിശേഷങ്ങൾ നമുക്ക് അറിയണം. അത് എങ്ങനെയാണ് എന്നൊക്കെ പറയാൻ ലക്ഷ്മി തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ കോഴിക്കോട്. ലക്ഷ്മി, കോഴിക്കോട്ടെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ഉത്രാടമാണ് ഇന്ന്, ഉത്രാടപ്പാച്ചിൽ എങ്ങനെയാണ്? പ്രത്യേകിച്ചും വിപണിയിലൊക്കെ ഒരു തിരക്ക്, അത് എങ്ങനെയാണ്? ലക്ഷ്മി ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? മായ, ഞാനിപ്പോൾ നിൽക്കുന്നത് പാളയം പച്ചക്കറി മാർക്കറ്റിലാണ്. എൻ്റെ പിറകിൽ തന്നെ കാണാൻ സാധിക്കും ചെറിയ രീതിയിലുള്ള തിരക്ക് മാത്രമാണ് ഇപ്പോൾ പാളയം മാർക്കറ്റിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള കച്ചവടം നടന്ന സ്ഥലം കൂടിയാണ് കോഴിക്കോട്ടെ പാളയം മാർക്കറ്റ്. പലയിടങ്ങളിൽ നിന്നും അടക്കം ആളുകൾ എത്തി ഇവിടെ നിന്ന് പച്ചക്കറി വാങ്ങിച്ചിട്ടാണ് മടങ്ങാറുള്ളത്. എന്നാൽ ഈ മഴ കാര്യമായി തന്നെ ഈ ഒരു കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കച്ചവടക്കാർ പറയുന്നത്. തിരക്ക് ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് ഓരോ കടയിലും പച്ചക്കറി വാങ്ങിക്കാനും മറ്റുമായി എത്തുന്നത്. മഴ വലിയ രീതിയിൽ തന്നെ കച്ചവടക്കാരെയും ബാധിച്ചിട്ടുണ്ട് എന്ന് അവർ ആവർത്തിച്ച് പറയാണ്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ വലിയ രീതിയിലുള്ള കച്ചവടം നടക്കാറുണ്ട്. എന്നാൽ ഇത്തവണ ചേട്ടാ എങ്ങനെയുണ്ട് ഇപ്പം മഴ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്? ആദ്യം പറയാനുള്ള ഈ മാർക്കറ്റ് ഇവിടെ തന്നെ നിലനിർത്തണം. ഈ മാർക്കറ്റ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇതുപോലെ ഇത്രയും തൊഴിലാളികളോടെ ഉണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് സൗകര്യമായിട്ട് സാധനം വാങ്ങാനുള്ള ഒരു മാർക്കറ്റാണ് ഇതിവിടെ നിൽക്കണം. പിന്നെ ഇതറിയ ഈ ഓണത്തിൻ്റെ ഒരു വിലയാണ്. ഇത് കഴിഞ്ഞത് ഇതിലും വില കുറയും എന്ന് പറയാനുള്ളൂ. ഈ മഴ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടോ കച്ചവടത്തിൽ? മഴ എന്ന് പറഞ്ഞാൽ ചെറിയൊരു മഴ ബാധിക്കുമല്ല, അത് മൊത്തത്തിൽ ബാധിക്കുമല്ലോ. ആ ഒരു ഇതുണ്ട്. മഴ കാര്യമായി തന്നെ കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യാപാരികൾ പറയുന്നത്. നമുക്കിനി ആളുകളുടെ പ്രതികരണം കൂടി ലഭിക്കുമോ എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ചേച്ചി, പച്ചക്കറി എന്തൊക്കെയാണ് ഇപ്പോൾ വില കൂടുതലായിട്ടുണ്ടോ? അത് ഇനി എന്താ മേടിക്കാനുള്ളത്? ഓണായി പച്ചക്കറി അധികമൊന്നും വാങ്ങാനില്ല, കുറച്ച് വാങ്ങാനുള്ളൂ. കുറച്ച് വാങ്ങിയിട്ടുണ്ട്. ഇപ്പം മഴ ഇതുകൊണ്ടാണ് ബുദ്ധിമുട്ട്. എവിടുന്ന് ചേച്ചി എവിടുന്ന് വരുന്നത്? ചെവായൂര്. അപ്പോൾ ചേവായൂർ ഭാഗത്തു നിന്നടക്കം ആളുകൾ ഇവിടെ പച്ചക്കറി മേടിക്കാനായിട്ട് എത്തുന്നുണ്ട്. മേടിച്ചോ? ഭയങ്കര വിലയും വേണോ. ഒരു കിലോ ഉള്ളിക്ക് 55 രൂപ വില. അപ്പോൾ അത് തന്നെയാണ് പറയുന്നത്. ചെറിയ പച്ചക്കറിക്ക് ചെറിയ രീതിയിൽ വില കൂടിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഏതായാലും ചെറിയ രീതിയിലുള്ള തിരക്ക് മാത്രമാണ് കോഴിക്കോട് പാളയത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പാളയത്തിൻ്റെ പച്ചക്കറി മാർക്കറ്റിന് സമീപത്തായിട്ടാണ് പൂക്കടയും ഒരുക്കിയിട്ടുള്ളത്. പലയിടങ്ങളിൽ നിന്നായിട്ടുള്ള അന്യസംസ്ഥാനത്തു നിന്നുള്ള പൂക്കളടക്കം എത്തിച്ചുകൊണ്ടുള്ള കച്ചവടം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് പിന്നെ പറയാനുള്ള തിരക്ക് കൂടിയ സ്ഥലം മിഠായി തെരുവാണ്. അവിടെ ഇനി ഒരു 10 മണി അല്ലെങ്കിൽ 11 മണി കൂടി തന്നെയാണ് അവിടെ ജനക്കൂട്ടം കാണാൻ സാധിക്കുക. ഇന്നലെ രാത്രി വൈകുന്നേരത്തോടു കൂടി തന്നെ വലിയ രീതിയിൽ ജനത്തിരക്ക് കോഴിക്കോട് മിഠായി തെരുവിൽ അനുഭവപ്പെട്ടിരുന്നു. ചെറിയ രീതിയിൽ മിതമായ നിരക്കിൽ വസ്ത്രങ്ങൾ വാങ്ങിക്കാനും അതുപോലെ തന്നെ ആഭരണങ്ങളെല്ലാം മൊത്തത്തിൽ, അതായത് സാരിയും ആഭരണങ്ങളും എല്ലാം വാങ്ങിക്കാനുള്ള ഒരു സ്ഥലം കൂടിയാണ് മിഠായി തെരുവ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് മിഠായി തെരുവിലും അനുഭവപ്പെട്ടിരുന്നു എന്നുള്ളതാണ്.